إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ ഈമാനും ആഫിയത്തും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിക്കപ്പെട്ടത്. പല പ്രത്യേകതകളും പല സ്ഥലങ്ങൾക്കും പല സമയങ്ങൾക്കും പല മാസങ്ങൾക്കും പല ദിവസങ്ങൾക്കും പല ആഴ്ചകൾക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽ ആഴ്ചകളിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ച. ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ആഴ്ചയിൽപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളത്. അതേപോലെ ചില മാസങ്ങൾക്ക് പ്രത്യേകത പറഞ്ഞു, റമദാനിനെ കുറിച്ച് പഠിപ്പിച്ചു. ചില ദിവസങ്ങൾ അങ്ങനെ പ്രത്യേകതകൾ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ദിനങ്ങളാണ് ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ദുൽഹജ്ജ്. ദുൽഹജ്ജിൽ ബോധപൂർവമായ ചില അമലുകൾ നാം ചെയ്യേണ്ടതുണ്ട്. ദുൽഹജ്ജ് മാസത്തിലാണ് അറഫയുള്ളത്. അറഫയെ കുറിച്ച് പറയുമ്പോൾ വിവിധ കോണുകളിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒന്നിക്കുന്ന സ്ഥലമാണ് അറഫ. ആ ദിവസത്തെ യൗമു അറഫ എന്നാണ് ഇസ്ലാം വിളിച്ചത്. ദുൽഹജ്ജ് 9-നാണ് ഹാജിമാർ ഒരുമിച്ച് കൂടുക. അന്ന് യൗമു അറഫ എന്നറിയപ്പെടുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ച ആ പ്രഖ്യാപനമാണ് വഅദ്ദിൻ ഫിന്നാസി, ജനങ്ങളോട് ആഹ്വാനം ചെയ്യണം, അദാൻ ഉണ്ടാവണം, പ്രഖ്യാപനം ഉണ്ടാവണം. എന്നിട്ടോ ആ നേരത്ത് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാവരും വരും. എങ്ങനെ വരിക? നടന്നും വാഹനത്തിലും ഒരുപാട് ദീർഘ യാത്രകൾ നടത്തിയും ഒക്കെ അവർ വരും. ആ ഹജ്ജിനെ കുറിച്ചുള്ള ഒരു സൂചനകൾ സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞു. മറ്റൊന്ന് അറഫയെ കുറിച്ച് പറയുമ്പോ ഇസ്ലാം പൂർത്തീകരിച്ച ദിവസമാണ് അറഫ എന്നുള്ളത്.
അൽയൗമു അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്താണ്. വലിയ ഒരായത്താണ്. നിയമങ്ങൾ പറയുന്ന ആയത്താണത്. എന്തൊക്കെ തിന്നാം, എന്തൊക്കെ തിന്നാൻ പാടില്ല, ആ പഠിപ്പിച്ച കൂട്ടത്തിൽ അവസാനമായി ഒരു ഉപസംഹാരമായിട്ടാണ് ആ ഒരു വചനം വന്നത്. അൽയൗമ, ഇന്ന്. അത് ഇറങ്ങിയത് അറഫാ ദിനത്തിലായിരുന്നു. അറഫാ ദിനത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ പറഞ്ഞത്രേ, ഞങ്ങൾക്കെങ്ങാനുമായിരുന്നു ഈ ആയത്തിറങ്ങിയതെങ്കിൽ ഞങ്ങൾ അന്ന് ആഘോഷമാക്കുമായിരുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് ആഘോഷം തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ദുൽഹജ്ജ് 9 അറഫയിൽ വെച്ച് ഇറക്കപ്പെട്ട ആയത്താണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തിയായി എന്നാണ്. അത്മംതു അലൈക്കും നിഅമതി, തമാമായി. അള്ളാഹുവിന്റെ നിഅമത്ത് തമാമായി എന്നാണ്, പൂർണ്ണമായി. അപ്പൊ ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്താണ്. രണ്ടാമതായി നാം ഓർക്കേണ്ട വിഷയം അതാണ്. നമ്മൾ പള്ളിയിലെത്തി എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്താണ്, തൗഫീഖാണ്. നമ്മൾ നിസ്കരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ തൗഫീഖാണ്, നിഅമത്താണ്. നാം അള്ളാഹുവിൽ ദിക്ർ ചൊല്ലുന്നു എന്നുള്ളത് നമുക്കുള്ള നിഅമത്താണ്, തൗഫീഖാണ്. ഇത് ഓർക്കേണ്ടതാണ്. ഈ ദുൽഹജ്ജ് മാസത്തിൽ നമുക്കുണ്ടാവേണ്ടത് ഇത്തരം ഓർമ്മകളും അനുസ്മരണകളും ചിന്തകളുമാണ്. എന്നിട്ട് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, എന്നിട്ട് അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നല്ലോ എന്നുള്ളതിനെ ഒന്നുകൂടി ഓർത്തുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നു. അതാണ് ദുൽഹജ്ജിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഒന്നുകൂടി ഉണ്ടാവേണ്ട ആവേശം. ഹിദായത്ത് കിട്ടിയത് കൊണ്ട് ഇതാ ഞാൻ ഒന്നുകൂടി അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ദുൽഹജ്ജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദുൽഹജ്ജ് 10 ദിവസങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഫഅക്തിറു ഫീഹിന്ന അത്തക്ബീറു വത്തഹ്ലീലു വത്തഹ്മീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വലില്ലാഹിൽ ഹംദ്, അൽഹംദുലില്ലാഹ്. ഈ 3 കാര്യങ്ങൾ അധികരിപ്പിക്കണമെന്നാണ്. സഹാബികൾ ദുൽഹജ്ജ് 1 മുതൽ അവരവരുടെ മാർക്കറ്റുകളിൽ അധികരിപ്പിച്ചിരുന്നു എന്നാണ് തക്ബീറുകൾ. നമ്മൾ പെരുന്നാളിൽ ചൊല്ലാറുള്ള തക്ബീർ ഉണ്ടല്ലോ, ദുൽഹജ്ജ് 1 മുതലേ ചൊല്ലി തുടങ്ങാവുന്നതാണ്. പക്ഷേ ദുൽഹജ്ജ് 9 മുതൽ ഒരു ബാധ്യതയായിട്ട് നാം ചൊല്ലേണ്ടതാണ്. അതിന് തക്ബീറുൽ മുഖയ്യദ്, തക്ബീറുൽ മുത്ലഖ് എന്നൊക്കെ പണ്ഡിതന്മാർ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോ ദുൽഹജ്ജ് 1 മുതൽ ചൊല്ലാവുന്നതാണ്. ദുൽഹജ്ജ് 9 മുതൽ അയ്യാമു തശ്രീഖിന്റെ ദിനം വരെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. സഹാബികൾ ദുൽഹജ്ജ് 1 മുതൽ തന്നെ തക്ബീർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തക്ബീറും തഹ്ലീലും തഹ്മീദും നിങ്ങൾ അധികരിപ്പിക്കൂ എന്നാണ്. സഹോദരന്മാരെ, നാം ആരംഭിക്കണം. അധികരിപ്പിക്കാൻ ഇപ്പോൾ തന്നെ ആരംഭിക്കണം. നമുക്കറിയാവുന്ന ഒരു 3 ആയത്തുണ്ട്. വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ വസ്സമാഇ ദാത്തിൽ ബുറൂജ്, ബുറൂജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ അതിൽ 3 പ്രയോഗമാണ്. അൽ യൗമുൽ മൗഊദ്, മൗഊദ് കരാർ ചെയ്യപ്പെടുന്ന ദിവസം എന്ന് പറയുന്നുണ്ട്. അത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. എന്നാൽ യൗമുൻ മശ്ഹൂദ് പറയുന്നുണ്ട്. അവിടെ മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ അറഫാ ദിനത്തെ കുറിച്ചാണ്. വശാഹിദിൻ വമശ്ഹൂദ്, ഷാഹിദ് എന്ന് പറഞ്ഞാൽ ജുമുഅ ദിവസത്തെ കുറിച്ചാണ്. അപ്പോ വശാഹിദിൻ വമശ്ഹൂദ്, അപ്പോ അറഫയെ കുറിച്ച് ദുൽഹജ്ജിനെ കുറിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വിശദീകരണമാണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ്, വലയാലിൻ അശ്ർ ആ പ്രഭാതം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ 10 ദിനങ്ങളെ കുറിച്ച് 10 രാത്രികളെ കുറിച്ച് പറഞ്ഞപ്പോ ആ 10 ദിനം അത് ദുൽഹജ്ജാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ള ഈ 10 ദിനങ്ങൾ എത്ര ദിവസം കഴിഞ്ഞു? പെരുന്നാള് വ്യാഴാഴ്ചയാണല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, അടുത്ത വ്യാഴാഴ്ചയാണല്ലോ പെരുന്നാള്. അപ്പൊ എത്ര ദിവസം കഴിഞ്ഞു?
ഇനി എത്ര ദിവസം ദുൽഹജ്ജ് 10 ആകുവാൻ ബാക്കിയുണ്ട്? നാം ഇതുവരെ തക്ബീറും തഹ്ലീലും തഹ്മീദും അധികരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ജുമുഅക്ക് ശേഷം മുതൽ ആരംഭിക്കണം. അല്ലാഹു അക്ബർ ആരംഭിക്കണം, ആവർത്തിക്കണം. ഇമാം മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ബാങ്ക് വിളിക്കുന്നവനും കുട്ടിയെ താരാട്ട് പാടുന്നവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. 1000 തവണ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ ഖൽബ് കൊണ്ട് പറയാനാണ് എന്ന് പറയുന്നുണ്ട്. ഖൽബ് കൊണ്ട് പറയണം. നീ റുക്ഉഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. നീ 1000 തവണ അല്ലാഹു അക്ബർ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ ഖൽബ് കൊണ്ട് പറയലാണ് എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. നമ്മളെ ഖൽബ് കൊണ്ട് പറയണം. ഇന്ന് മുതൽ അല്ലാഹു അക്ബർ മനസ്സറിഞ്ഞ് പറയുക. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, പള്ളിയിലേക്ക് പോകുമ്പോ, ബാങ്ക് കേൾക്കുമ്പോ, പള്ളിയിലേക്ക് വരാൻ കഴിയുമ്പോ, അതിന്റെ തൗഫീഖ് കിട്ടുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണല്ലോ ഞാൻ ഇവിടെ പള്ളിയിലേക്ക് വരുന്നത് എന്ന് ഓർമ്മിക്കാൻ നമുക്ക് കഴിയണം. ബാങ്കിന്റെ പദങ്ങൾ കേൾക്കുമ്പോ അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിൽ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അധികരിപ്പിക്കുക. മാത്രമല്ല, അറഫാ ദിനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ധാരാളം ആളുകൾ നരകമോചനം നടത്തപ്പെടുന്ന ദിവസമാണ് അത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹു അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. അറഫയിൽ ജനങ്ങൾ സമ്മേളിക്കുമ്പോ അള്ളാഹു അഭിമാനം കൊള്ളുമെന്നാണ്. കണ്ടോ, എന്റെ ഇത്രയും അടിമകൾ എന്നെ നോക്കി, എന്നെ കാണുവാൻ എന്റെ വിളിക്കുത്തരം നൽകിയിട്ട് വന്നല്ലോ എന്നാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഹജ്ജ് ചെയ്യാൻ കഴിയാത്തവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉംറ ചെയ്യാൻ കഴിയാത്തവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലേ? ലബ്ബൈക അല്ലാഹുവേ, ഞാനിതാ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട് എന്നാണ്. ആ ഒരു പ്രഖ്യാപനം വളരെ വിനയത്തോടെ താഴ്മയോടെ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല, ഖൈറു ദുആഇ യൗമു അറഫ എന്നാണ്. അറഫ ദിനത്തിലെ ദുആക്ക് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഏറ്റവും നല്ല പ്രാർത്ഥന എന്നാണ്, ഖൈർ എന്നാണ്. ഖൈർ എന്ന പദം നമുക്കൊക്കെ അറിയാലോ. ഖൈറു ദുആഇ, ദുആഇൽ ഏറ്റവും ഖൈറായത് എന്നാണ് ഹദീസിൽ വന്നത്. ഖൈറു ദുആഇ, എപ്പോഴുള്ള പ്രാർത്ഥന? അറഫ ദിനത്തിലുള്ള പ്രാർത്ഥന എന്നാണ്. അതേപോലെ തന്നെ നോമ്പിനെ കുറിച്ച് വന്നു. നാം ദുൽഹജ്ജ് 9 നോമ്പെടുക്കണം. യുകഫിറു സനത അൽ മാളിയ വൽ ബാഖിയ എന്നാണ്. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ 2 വർഷത്തെ തെറ്റുകൾ പൊറുക്കപ്പെടും എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു. സഹോദരന്മാരെ, ദുൽഹജ്ജ് 9 വരികയാണ്. നമ്മുടെ വീട്ടിൽ സാമൂഹികമായി തന്നെ നോമ്പ് അനുഷ്ഠിക്കണം. എല്ലാവരും റമദാനിൽ എത്രമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ടോ അതുപോലെ നാം നമ്മുടെ വീട്ടിൽ നോമ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതിന്റെ ശ്രേഷ്ഠത നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിന്റെ പ്രാധാന്യം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. കുട്ടികളല്ലേ, സാരില്ല എന്ന് പറഞ്ഞ് നിസ്കാരങ്ങൾക്ക് നാം ഒഴിവ് കൊടുക്കാറില്ല. റമദാൻ നോമ്പുകൾക്ക് ഒഴിവ് കൊടുക്കാറില്ല. എങ്കിൽ ഈ ദുൽഹജ്ജ് 9 നോമ്പിനും ആ ഒരു ഗൗരവം നമ്മുടെ വീട്ടിലുണ്ടാവണം എന്ന് ഓർമ്മിക്കാൻ. നോമ്പ് നോറ്റാൽ പാപം ചെയ്യാതിരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു നോമ്പ് സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പിന്നെ ആ നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. തൗബ എന്നുള്ളത് ഒരു മനുഷ്യനിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന സംഗതിയാണ്. തെറ്റുകൾ സംഭവിക്കാം. ആ സംഭവിച്ചു പോയ ഉടനെ തന്നെ റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് മുന്നിൽ ഒന്ന് കണ്ണുനീരൊലിപ്പിക്കാൻ നമുക്ക് തയ്യാറാവേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. ആ ഒരു മനസ്സ് പരുവപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, അതേപോലെ തന്നെ ജിഹാദ്. ദുൽഹജ്ജിനെ കുറിച്ച് പറയുമ്പോ ജിഹാദിനേക്കാൾ വലിയ പ്രതിഫലം എന്നാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട മേഖലയാണ്. ഇവിടെ ധർമ്മയുദ്ധത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ബദറും ഉഹദും ഖന്തഖും ഖൈബറും ഒക്കെ ജിഹാദിൽ പെട്ടതാണ്. വെറും യുദ്ധം മാത്രമല്ല ജിഹാദ്, അതും ജിഹാദിൽ പെട്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ആ യുദ്ധക്കളത്തിൽ പോകുക എന്ന് പറയുമ്പോ ചിലപ്പോൾ മരിക്കാം, ചിലപ്പോൾ ജീവിക്കാം. രണ്ടാലൊന്നാണല്ലോ. ആ രണ്ടാലൊന്നാണ് യുദ്ധത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പുറപ്പെടുന്നവർ തന്റെ ഭാര്യയെ,
മക്കളെ, അതേപോലെ മക്കൾ ഭർത്താവ് നഷ്ടപ്പെടാം എന്ന ബോധ്യത്തോടു കൂടിയാണ് അവർ യുദ്ധത്തിന് പുറപ്പെടുക. ആ യുദ്ധത്തിന് പുറപ്പെടുന്നതിനേക്കാൾ പ്രതിഫലം ഈ 10 ദിനങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം എത്രമാത്രം. അപ്പം സഹാബികൾ ചോദിക്കാൻ, ഒരാൾ യുദ്ധത്തിന് പോയി, അങ്ങനെ അവൻ ഷഹീദായാലോ, അങ്ങനെ അവൻ തിരിച്ചു വരാതെ യുദ്ധത്തിൽ പോയി മടങ്ങി വരാൻ കഴിയാതെ ഷഹീദായാൽ അവർക്കൊഴികെ. അപ്പൊ യുദ്ധത്തിനേക്കാൾ മറ്റു ജിഹാദിനേക്കാൾ പ്രതിഫലം ഈ ദുൽഹജ്ജിലുള്ള ദിനങ്ങളുടെ അമലുകൾക്കുണ്ട് എന്നുള്ളത് നാം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ട്, എന്താ ഇത്രമാത്രം പ്രാധാന്യത്തിന് കാരണം? ഒരുപാട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, മുഖ്യമായ കാരണം, എല്ലാ മാസത്തിലും ഇപ്പൊ റമദാനിൽ എല്ലാ അമലുണ്ട്, പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ദുൽഹജ്ജ് മാസത്തിൽ എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം. റമദാനിൽ ഹജ്ജ് വരൂല, എന്നാൽ ദുൽഹജ്ജിൽ ഹജ്ജ് കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകത വരാൻ കാരണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ദുൽഹജ്ജിലാണല്ലോ അറഫ. അറഫയിൽ 11ഓളം ഖുതുബകൾ, ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. ആ 11 കാര്യങ്ങളും വളരെ വിശദമായി നാം മനസ്സിലാക്കിയവരാണ്. അവിടെ ഒന്നാമതായി ഉണ്ടായത് തൗഹീദിന്റെ വിളംബരമാണ്, ആദർശ പ്രഖ്യാപനമാണ്. ആരുടെ മുന്നിലും ആണു തൂക്കം പോലും പിന്മാറാൻ തയ്യാറാവില്ല. ആദർശത്തിന്റെ പേരിൽ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധനകൾ, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട നേർച്ചകൾ, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് അർപ്പിക്കുവാൻ പാടില്ല. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഏത് വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നു. റസൂലുള്ള പഠിപ്പിച്ചതായിരുന്നു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കണം എന്നാണ് പഠിപ്പിച്ചത്. പക്ഷേ ആദർശത്തിന്റെ വിഷയത്തിൽ ഒട്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് യാ അയ്യുഹൽ കാഫിറൂൻ എന്ന പ്രഖ്യാപനം വരാൻ തന്നെ കാരണം ആദർശത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തത് കൊണ്ടാണ്. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആ പ്രഖ്യാപനം, പ്രബോധനം വരാനുണ്ടായ കാരണം ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല. അപ്പൊ ആദർശത്തിൽ നിഷ്ഠയുണ്ടാവണം എന്ന് പഠിപ്പിക്കുന്നു. സ്വന്തം പിതാവിനോടാണ് പോരാടിയത്. ഉപ്പ പറഞ്ഞു, മോനെ നിർത്തിക്കോ ഈ പണി, നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കാലഘട്ടത്തിലാണെങ്കിൽ ഉപ്പയും മക്കളും തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ പേരിലാണ്? വ്യക്തിപരമായ വിഷയത്തിലാണ്. ഒരു ന്യായവുമില്ല. എന്നാലും എന്റെ ഉപ്പ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാൻ ഒരു ന്യായവുമില്ല. എന്തുകൊണ്ട്? ആ ഉപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴും, ഉപ്പയോട് ഇറങ്ങിപ്പോകുമ്പോഴും, വീട്ടിന്റെ വാതിലടച്ചപ്പോഴും പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ പറഞ്ഞത് ഉപ്പ അസ്സലാമു അലൈക്കും എന്നാണ്. സലാമുൻ അലൈക യാ അബതി, ഉപ്പ അസ്സലാമു അലൈക്കും, ഞാൻ പോവുകയാണ് എന്ന് മന്യമായിക്കൊണ്ടാണ് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. അതും ആദർശത്തിന്റെ പേരിലാണ്. വ്യക്തിപരമായി പിതാവിന് പിതാവ് എന്നുള്ള സ്ഥാനവും സ്നേഹവും ബഹുമാനവും കൊടുത്തു എന്നുള്ളത് ആധുനിക തലമുറ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സഹോദരന്മാരെ, ആദർശം വിട്ടുവീഴ്ചക്കില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണത്തിൽ ഒരുങ്ങുകയാണ്. ആ നേരത്ത് സൂറത്തുൽ ഹജ്ജിലെ 26-ാമത്തെ ആയത്താണ് വഇദ് ബവ്വഇനാ ലിഇബ്രാഹീമ മക്കാനൽ ബൈത്ത്. കഅബ നിർമ്മിക്കാൻ പഠിപ്പിച്ചപ്പോ, അതിന് സൗകര്യം ചെയ്തു കൊടുത്തപ്പോ അള്ളാഹു കൊടുത്ത കരാറ് അല്ലാ തുശ്രിക് ബി ശൈഅ, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു. കഅബ നിർമ്മിക്കുമ്പോ അള്ളാഹു കൊടുത്ത കരാറ് ശിർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ശിർക്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട വശമാണ്. ഉറുമ്പ് രാത്രിയിൽ ഇഴഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് സഹാബികളോട്. ഇല്ല, കാണാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ചെറിയ ഉറുമ്പാണെങ്കിൽ തന്നെ കാണൂല, അത് കട്ടുറുമ്പാണെങ്കിലോ തീരെ കാണൂല. ചെറിയ ഉറുമ്പ് രാത്രിയിൽ ഇഴഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുപോലെയാണ്, സ്വകാര്യമായിട്ടാണ് നിങ്ങളിലേക്ക്
ശിർക്ക് കടന്നു വരിക എന്ന് പറയുന്നുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഖൽബിലേക്ക് ഒരു നോട്ടം നോക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ അമലുകളിൽ ശിർക്ക് കലരാറുണ്ടോ എന്ന ഒരു പാഠം ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാന കാലം പ്രാർത്ഥിച്ച പ്രാർത്ഥന. എല്ലാ വിധത്തിലും ശിർക്കിനെതിരെ തൗഹീദിനു വേണ്ടി പടപൊരുതിയ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവസാനമായി പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ശിർക്കിൽ രക്ഷപ്പെടുത്തണേ എന്നാണ്. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധം നിലനിർത്തിക്കൊണ്ട് അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നിലനിർത്തുവാനുള്ള തൗഫീഖ് ഒരുക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, പെരുന്നാൾ നിസ്കാരം ഇൻഷാ അല്ലാഹ് രാവിലെ 7 മണിക്കാണ് ഈ പള്ളിയിൽ ഉണ്ടാവുക. എല്ലാവരും നേരത്തെ എത്തണം. പൊതുവെ പെരുന്നാളിന് മുന്നേയുള്ള ആ നിർദ്ദേശത്തിൽ പറയാറുള്ളത് വുളു ഉണ്ടാക്കി വരണം എന്നാണ്. അത് പെരുന്നാൾക്ക് മാത്രമല്ല, എപ്പോഴും പള്ളിയിലേക്ക് വരുമ്പോൾ വുളു ഉണ്ടാക്കി വരുന്നതാണ് സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നേരത്തെ എത്തി പള്ളിയിൽ തക്ബീർ ചൊല്ലണം. ബലിപെരുന്നാളിന്റെ പ്രത്യേകത നമുക്കറിയാലോ. തക്ബീർ അയ്യാമത്ത് തശ്രീഖിന്റെ ദുൽഹജ്ജ് 11, 12, 13 ആ ദിവസം അസ്ർ വരെയാണ് അതിന്റെ സമയം എന്നുള്ളത് അറിയാലോ. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാര് സുഗന്ധം ഉപയോഗിച്ച് വരിക. രാവിലെ എഴുന്നേറ്റ് നല്ല വസ്ത്രം ധരിച്ചു വരണം. പുതിയ ബലിപെരുന്നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നിസ്കരിച്ചിരുന്നു എന്നാണ്. അതിന് കാരണം ഉളഹയ്യത്ത് അറുക്കേണ്ടത് കൊണ്ടാണ്. ഉളഹയ്യത്ത് അറുത്തിട്ട് നമ്മൾ അതിൽ നിന്നും കഴിക്കണം എന്നാണ്. ഫക്കുലു മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്നാണ് സൂറത്തുൽ ഹജ്ജിലെ 28ാമത്തെ ആയത്താണ്. നിങ്ങൾ ലിയശ്ഹദു മനാഫിഅ ലഹും, നിങ്ങൾ ആ രൂപത്തിൽ ബലി അറുത്തതിന് ശേഷം ഫകുലു മിൻഹ, നിങ്ങൾ അതിൽ നിന്നും തിന്നണം. അപ്പൊ ഉദ്ഹിയ്യത്തിന്റെ മാംസം വിതരണം ചെയ്യലും നിർബന്ധമാണ്, നാം അത് കഴിക്കേണ്ടതും ആവശ്യമാണ് എന്നർത്ഥം. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് വരുമ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ട് വരാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. കുട്ടികളെയൊക്കെ കൂട്ടണം. പരമാവധി പള്ളിയിൽ കയറാൻ പറ്റുന്നവരൊക്കെ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുക്കുക. പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ സ്വതക്കയിൽ നമ്മുടെയും മനസ്സും ശരീരവും സമ്പത്തും പങ്കാളികൾ ആവണം. ഇപ്രാവശ്യം ഈദ്ഗാഹ് ഇല്ല. അതിന്റെ കാരണം മഴ നമുക്ക് പ്രതീക്ഷിക്കാതെ മഴ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈദ്ഗാഹ് നടത്താൻ സൗകര്യപ്പെടുകയില്ല, കാലാവസ്ഥ ആ രൂപത്തിലായതുകൊണ്ട്. അതുകൊണ്ടാണ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം ഉള്ളത്. ഈദ്ഗാഹ് നടത്താൻ പറ്റുമെങ്കിൽ പെരുന്നാൾ നിസ്കാരം പള്ളിയിലാക്കുന്നത് സുന്നത്ത് ഇല്ല, സുന്നത്ത് ഈദ്ഗാഹിലാണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ നമുക്ക് തോന്നുമ്പോൾ പള്ളിയിലാക്കുന്നതല്ല, കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അനുസരിച്ച് ഈദ്ഗാഹ് ഈദ്ഗാഹ് വരുന്നു, പള്ളി അല്ലാതാകുന്നു എന്നേ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ നാം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോൾ പള്ളി ആയതുകൊണ്ട് തന്നെ പള്ളി ലഭിക്കുമ്പോൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാവുന്നതാണ്. ഈദ്ഗാഹിൽ തഹിയ്യത്ത് ഇല്ല, കാരണം തഹിയ്യത്ത് എവിടെയാണ്? പള്ളിയിലാണ്. അപ്പോ നേരത്തെ വരിക, തിരിച്ചു പോകുമ്പോൾ നമ്മുടെ പുറത്തുള്ള ബക്കറ്റിൽ പരമാവധി തുക എല്ലാവരും, പൊതുവെ ജുമഅക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഒരാളാണ്, ഇപ്പൊ വീട്ടിൽ 5 ആൾ വന്നാലും കുടുംബനാഥനോ ആ കയ്യിലുള്ളവരോ മാത്രമേ ആ ബക്കറ്റിൽ നിക്ഷേപിക്കുകയുള്ളൂ. പക്ഷെ പെരുന്നാളിന് വരുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കുട്ടികൾ കൂടെ ഉണ്ടാകും. ആ കുട്ടികളുടെ കയ്യിൽ കൂടി നമ്മുടെ തുക കൊടുക്കാൻ തയ്യാറാവണം. എല്ലാവരും ആ സ്വതക്കയിൽ പങ്കാളികളാവാനുള്ള ശ്രദ്ധ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ രൂപത്തിൽ പെരുന്നാളിന്റെ മര്യാദ
വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ജെൻഡർ ന്യൂട്രാലിറ്റി അങ്ങനത്തെ നമ്മൾ പഠിച്ചിരുന്നല്ലോ, കേട്ടിരുന്നല്ലോ. ആ വിഷയത്തിൽ സ്കൂളുകളിൽ അത്തരം യൂണിഫോമുകൾ നടത്തുമ്പോൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അതിനെതിരെ സമരം നടത്തിയിരുന്നു. പക്ഷേ പെരുന്നാളിന്റെ പേരിൽ നമ്മുടെ പല കുട്ടികളും വാങ്ങാറുള്ള, ധരിക്കാറുള്ള വസ്ത്രം ആ രൂപത്തിലാണ്. സ്കൂൾ യൂണിഫോം ആകുമ്പോൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയവർ നമ്മുടെ വീട്ടിലുള്ള വസ്ത്രമായി അല്ലെങ്കിൽ മറ്റുള്ള വസ്ത്രമായി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. യൂണിഫോം ആകുമ്പോൾ മാത്രമാണ് തെറ്റ് എന്ന് ആരോ നമ്മെ തെറ്റായി പഠിപ്പിച്ചതുപോലെ അത് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെ ആവാതിരിക്കാൻ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ നിശിതമായി ആക്ഷേപിച്ച, വിമർശിച്ച ഒരു സംഗതിയാണ് പുരുഷന്മാർ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. മാത്രമല്ല നിസ്കാരത്തിലാണെങ്കിൽ പുരുഷന്റെ ആ നിസ്കാരം ശരിയാവൂല എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് പുരുഷന്മാരും അവരവരുടെ വസ്ത്രം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കാൻ. അവനവന്റെ സാമ്പത്തികമായ കഴിവിനും അവനവന്റെ ശരീരത്തിനും പാകമായ വസ്ത്രമാണ് ധരിക്കേണ്ടത്, വേറെ ഒരാളെ ഒപ്പിക്കാനല്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ബുധനാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷമാണ് നടക്കാറുള്ളത്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുൽഹജ്ജിന്റെ 9ന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. അതോടൊപ്പം ഈ QHLX എന്നുള്ളതിന്റെ എക്സാം, പരീക്ഷ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. ഈ പള്ളിയിൽ പങ്കെടുക്കുന്ന ആർക്കും ആ പരീക്ഷയിൽ പങ്കെടുക്കാം. പരീക്ഷ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിൽ വരിക ഒരു ബോർഡോ, വിദ്യാഭ്യാസ ബോർഡമോ ഒരു യൂണിവേഴ്സിറ്റിയോ ഒക്കെ ആണ്. അങ്ങനെയല്ല. ഇത് സാധാരണ ഖുർആൻ വായിച്ചാൽ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എന്ന രൂപത്തിലാണ് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുക. അപ്പൊ പരമാവധി എല്ലാവരും ആ പരീക്ഷയിൽ പങ്കെടുക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിക്കണം. അതിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബന്ധപ്പെട്ടവർ നമ്മുടെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികളെ ബന്ധപ്പെടേണ്ടതാണ് എന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശമാണ്, നമ്മൾ പൊതുവെ പെരുന്നാളുകളിൽ നേരത്തെ വരണം. എല്ലാവരും വരുമല്ലോ. അപ്പോ നമുക്ക് നേരത്തെ വന്ന് ഇരുന്നാലേ സ്വഫ് ശരിയാവുള്ളൂ. വൈകി വിതരത്തോ നിസ്കാരം ലേറ്റ് ആകും, നമ്മൾ വന്നാലേ തുടങ്ങുന്ന തോന്നലുണ്ടാവും. നിസ്കാരം കൃത്യ സമയത്ത് തുടങ്ങേണ്ടത് നമ്മളാണ്. അപ്പൊ നേരത്തെ എത്തേണ്ടതും നമ്മളാണ്. പിന്നെ അന്ന് സ്വാഭാവികമായിട്ടും വാഹനം പാർക്കിംഗ് ചെയ്യുന്നതിൽ പോകുമ്പോൾ വരുമ്പോഴൊക്കെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, അല്ലെ? അത് ശ്രദ്ധിക്കണം. പെരുന്നാൾ അന്ന് പ്രത്യേകിച്ച് എപ്പോഴും നമ്മുടെ എടുത്തുചാട്ടം എന്നൊരു സംഗതിയുണ്ട്, ദേഷ്യം പിടിക്കൽ, അത് നമ്മൾ കുറക്കാൻ ശ്രദ്ധിക്കണം. വാഹനം വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമാകാത്ത രൂപത്തിൽ വാഹനം പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് എവിടെ പാർക്ക് ചെയ്യണം, ഇവിടെ നമ്മുടെ പള്ളിയുടെ പരിസരം എന്നതല്ല, എവിടെ പാർക്ക് ചെയ്യുമ്പോഴും ആ രൂപത്തിൽ പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 മിനിറ്റ് അധികം നടക്കേണ്ടി വന്നാലും നല്ല രൂപത്തിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള ശ്രദ്ധയും നമുക്ക് ഉണ്ടാവണം എന്ന് ഓർപ്പിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാം നമ്മുടെ ഓർമ്മയിലുണ്ടാവുക. ദുൽഹജ്ജ് 9ന്റെ നോമ്പ് ശ്രദ്ധയിലുണ്ടാവുക. അതിൽ ചെറിയൊരു സംശയങ്ങൾ ബാക്കി വരാൻ സാധ്യത. നമ്മൾ അറഫ ദിനം നോമ്പ് നോക്കുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോ എപ്പോഴാണ് ശരിക്കും നോമ്പ് വരിക? അത് എത്ര കാലം മറുപടി, സക്കാത്ത് വിഷയം പോലെയാണ്. എത്ര കാലം മറുപടി പറഞ്ഞാലും കേട്ടാലും വായിച്ചാലും പഠിച്ചാലും വ്യക്തത വരാത്തത് പോലെയുള്ള ഒരു വിഷയമാണ് അത്. അതിൽ ഇത്ര നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇപ്പോ ഇവിടെ 1:30 മണിയായി, സൗദി അറേബ്യയിൽ എത്ര മണിയായിട്ടുണ്ടാവും? ഏറെക്കുറെ ഒരു 11 മണി ആയിട്ടുണ്ടാവും, അല്ലെ? അപ്പോ ആ രൂപത്തിൽ സമയത്തിന് എന്തായാലും മാറ്റം ഉണ്ടല്ലോ. അപ്പോ നോമ്പ് അവരുടെ ഐക്യദാർഢ്യം അല്ല എന്നുള്ളതാണ്. അവരോടുള്ള ഐക്യദാർഢ്യം അല്ല ദുൽഹജ്ജ് 9ന്റെ നോമ്പ്. നമ്മുടെ അറഫ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുക, ദുൽഹജ്ജ് 9 നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഐക്യദാർഢ്യത്തിന്റെ പേരിൽ അവർ ഏത് ദിവസമാണോ അവിടെ നിൽക്കുന്നത് അന്ന് അനുഷ്ഠിക്കണം എന്ന് പറയുന്നവർ എന്ത് ചെയ്യണമായിരുന്നു? സുബ്ഹിയുടെ അത്താഴം അവരുടെ സമയത്ത് കഴിക്കണമായിരുന്നു. നോമ്പ് മുറിക്കുന്നത് അവരുടെ സമയത്ത് മുറിക്കണമായിരുന്നു. നമ്മൾ ഇവിടെ എത്ര മണിക്കാ മുറിക്കുക? 6:40 മറ്റോ ആണല്ലോ നമ്മുടെ മഗ്‌രിബ് അല്ലേ? ആ നേരം നോമ്പ് മുറിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? സൗദിയിലെ മഗ്‌രിബ് വരെ കാത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രയോഗം ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഷാമിൽ
മറ്റൊരു മാസപ്പിറവി ദർശിച്ചതായും അവർ മറ്റൊരു ദിവസം നോമ്പും പെരുന്നാളൊക്കെ ആഘോഷിച്ചതായും ഒക്കെ ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു അലം നമ്മൾ റബ്ബിലേക്ക് വിടുക. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന ആ നാട്ടിൽ, നമ്മൾ താമസിക്കുന്ന ആ പരിസരത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ മാസപ്പിറവി കാണുന്നതും അതിനനുസരിച്ചാണ് നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്നതും. നിങ്ങൾ നോക്കുക, കണ്ടാൽ അനുഷ്ഠിക്കുക എന്നാണ് ആ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകും. അല്ലാഹു നമ്മുടെ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീം അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവർ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين.